കൊള്ള സർവത്ര കൊള്ള. ഈ അമ്പലക്കൊള്ളയ്ക്ക് ഒരു അവസാനമില്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുകിലുകൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വർണം വെള്ളി ആഭരണങ്ങൾ കാണാനില്ലെന്ന് തിരുവാഭരണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും സ്വർണ്ണക്കട്ടകളും വെള്ളി തിരുമുഖങ്ങളുമാണ് കാണാതായിരിക്കുന്നത്. നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിലെ 20-ലേറെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ കാണാതായി. നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും സ്വർണ്ണക്കട്ടകളും വെള്ളിക്കട്ടകളും തിരുമുഖങ്ങളുമാണ് കാണാതായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് നെയ്യാറ്റിൻകര AC-യുടെ കീഴിലെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണം സൂക്ഷിക്കുന്നത് പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെ ലോക്കറിലാണ്. തിരുവാഭരണ കമ്മീഷന്റെ പരിശോധനയിലാണ് സംഭവം പുറത്തു വന്നത്. പാറശാല മഹാദേവർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടി, മര്യങ്കര ക്ഷേത്രത്തിലെ സ്വർണ്ണ മുദ്രപ്പൊതി, കേളേശ്വരം ക്ഷേത്രത്തിലെ സ്വർണ്ണഗോപി, കൂട്ടപ്പന ക്ഷേത്രത്തിലെ വീരചക്രം തുടങ്ങി 20ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും തിരുമുഖങ്ങളും കാണാനില്ല. നെയ്യാറ്റിൻകര ദേവസ്വം AC നൽകിയ റിപ്പോർട്ടിലൂടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്നുള്ള വാർത്തകൾ സജീവ ചർച്ചയായിരുന്നു. എന്നാൽ പോലീസിന് ലഭിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം ഭരണസമിതി വ്യക്തമാക്കി. തെറ്റായ റിപ്പോർട്ടാണ് ADGP സർക്കാരിന് നൽകിയതെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു അവരുടെ നിലപാട്. ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയെന്നും ഭരണസമിതി അറിയിച്ചു. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വൈരനാമവും ദീപാരാധന തട്ടും ക്ഷേത്രത്തിൽ തന്നെയുണ്ട്. നമ്പിയുടെ നിർദ്ദേശപ്രകാരം വൈരനാമം ഇന്ന് ജില്ലാ ജഡ്ജി കൂടിയായ ഭരണസമിതി ചെയർമാന്റെ സാന്നിധ്യത്തിൽ വിഗ്രഹത്തിൽ ചാർത്തി. നടപരമായി ലഭിച്ച സ്വർണത്തിൽ 72 ഗ്രാം കുറവാണെന്ന പരാതി ശരിയല്ലെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാനില്ലെന്ന് തെറ്റായ റിപ്പോർട്ടാണ് ADGP സർക്കാരിന് നൽകിയത്. റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും DGP-യോടും ആവശ്യപ്പെടുമെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. തന്ത്രിക്ക് ലഭിച്ച ജാമ്യം നിലനിർത്തിയ കോടതി അദ്ദേഹത്തിന് അനുകൂലമായ കൊല്ലം വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന കീഴ്ക്കോടതിയുടെ നിരീക്ഷണം അന്വേഷണത്തെ ബാധിക്കുമെന്ന SIT-യുടെ വാദം ശരിവെച്ചായിരുന്നു ആ നടപടി. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ടെന്നും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും മറ്റ് പ്രതികളുമായും തന്ത്രിക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും കാട്ടിയാണ് വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ SIT ഹൈക്കോടതിയെ സമീപിച്ചത്. ഹാജരാക്കിയ നിർണായക രേഖകളോ തെളിവുകളോ പരിശോധിക്കാനോ വസ്തുതകൾ ഗൗരവകരമായി പരിഗണിക്കാനോ വിചാരണ കോടതി തയ്യാറായില്ലെന്നും SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം കേസിന്റെ കൃത്യമായ അന്വേഷണത്തെയും തുടർ നടപടികളെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും SIT ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഹൈക്കോടതി ഹർജി വിശദമായി പരിഗണിച്ചതും വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതും. എന്നാൽ ഈ ഘട്ടത്തിൽ ജാമ്യം റദ്ദാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി.